ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ EFL കപ്പിൻ്റെ തേർഡ് റൗണ്ട് മാച്ച് നാളെയാണ്. പോർട്സ്വെയിൽ വേഴ്സസ് ആർസണൽ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ കൂട്ട് തന്നെ എല്ലാ ആർസണൽ ഫാൻസിനും ചിന്തിക്കുന്ന സെയിം ആയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇറക്കിയതിൻ്റെ കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് ടീമിനെ ഇറക്കിയില്ല? എന്തുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഫുട്ബോൾ കളിച്ചു? എന്തിനാണ് ഇത്രയും വീക്കായ ഒരു മാഞ്ചസ്റ്റർ സിറ്റിനെ, അതായത് കുറച്ച് കാണില്ല, പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ഡോമിനൻറ്റ് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരേക്കും ഭയങ്കര ഡോമിനൻറ്റ് ടീമായിരുന്നു. അണ്ടർ പെപ്പ് ഇത്രയും വീക്ക് ഒരു ടീം ആദ്യമായിട്ടാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വരുന്നത്. എന്നാൽ അതേസമയം ആർസണലിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടീമാണ്. സ്ട്രോങ്ങസ്റ്റ് ഡെപ്തിൻ്റെ ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ആയാലും ശരി, ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആയാലും ശരി, എല്ലാം എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് മാൻ സിറ്റിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് കളിച്ച കളി. ആ കളി നമ്മൾ ഡ്രോ അടിക്കേണ്ടി വന്നു. അതും മാർട്ടിനെല്ലിയെ ഇറക്കി ഗോൾ അടിക്കേണ്ടി വന്നു. ഇങ്ങനത്തെ ഒരു ചിന്തയിലൂടെ നമ്മളെല്ലാം പൊക്കോണ്ടിരിക്കുകയെന്ന് അറിയാം. വാട്ട് മേക്സ് വേഴ്സ്? നിങ്ങളിൽ പലരും ലൈവ് ചാറ്റിൽ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. വാട്ട് മേക്സ് വേഴ്സ് ഇസ് അർട്ടറ്റയുടെ പ്രസ് കോൺഫറൻസ് കളി കഴിഞ്ഞിട്ടുള്ള ഡിഫെൻസീവ് അപ്രോച്ചിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അപ്പം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇനീഷ്യൽ ടീം സെലക്ഷൻ റോങ് ആയിട്ട് ഫീൽ ചെയ്തോ, ഒരുപാട് സബ് യൂസ് ചെയ്തേണ്ടി വന്നല്ലോ എന്ന്. അപ്പോൾ അതിന് കൊടുത്ത ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇച്ചിരി ഷെയ്ക്കി ആയിപ്പോയി, പ്ലെയേഴ്സ് എല്ലാം ഷെയ്ക്കി ആയിപ്പോയി. പിന്നെ ആ ഒരു ഫോർമേഷൻ കണ്ടെത്താനും ആ ഒരു റിതം കണ്ടെത്താനും ബുദ്ധിമുട്ടി. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്ത ഒരു സാധനമാണ് ബട്ട് വി ഡോമിനേറ്റഡ് ദ ഗെയിം എന്ന്. എന്ത് ഡോമിനേഷൻ? ബോള് പൊസഷൻ കയ്യിലുള്ളതാണോ ഡോമിനേഷൻ? സൈഡ് വേസ് പാസിംഗ് ആണോ ഡോമിനേഷൻ? ഇതിനെയാണോ ഡോമിനേഷൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഹാഫിൽ എവിടാണ് ഡോമിനേറ്റ് ചെയ്തത് നമ്മൾ? എനിക്ക് ഒരു ഡോമിനേഷനും എനിക്ക് ഫീൽ ചെയ്തില്ല. എവിടുന്ന് ഗോൾ വരുമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ. കോർണർ വരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. 2 കോർണർ ഡോണറുമേ ഇങ്ങനെ തൂക്കി കളഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതാണോ ഡോമിനേഷൻ? നാവൊക്കെ ശരിക്കും പറഞ്ഞ ചൊറിഞ്ഞ് വന്ന് അത് കേട്ടപ്പോൾ. പിന്നെ മെഡുവേക്കയെ പറ്റി ചോദിച്ചു. മെഡുവേക്ക ആക്ച്വലി ഗൈസ് ഇഞ്ചേർഡാണ്. ACL എന്താവുമെന്ന് അറിയത്തില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ന്യൂസ് എല്ലാം നോക്കി. ഇപ്പോഴും സ്കാനിങ് ACL മുട്ടിൻ്റെ ഭാഗത്ത് ACL ഇഞ്ചുറിയാണ്. ലിഗമെന്റ് പൊട്ടിയോ എന്താണോ ഒരു സീനും അറിഞ്ഞൂടാ. സ്കാനിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. പ്രോപ്പർ ഒരു അപ്ഡേറ്റ് ഇല്ല. എന്താവുമെന്ന് അറിയത്തില്ല. ACL യൂഷ്വലി ഈസ് എ ലോങ് ഇഞ്ചുറി എന്നാണ്. റിക്കവറിക്ക് സമയം എടുക്കുന്ന ഒരു ഇഞ്ചുറി ആണെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ എന്നാലും ചാറ്റ് GPTയിലും ഒക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ റിക്കവറിക്ക് കൂടുതൽ സമയം എടുക്കുന്ന ഒരു ഇഞ്ചുറിയാണ് ACL എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ മെഡുവേക്കയുടെ കാര്യം ഗൈസ്, ഇറ്റ്സ് എ ബിഗ് മിസ്. ഞാനിത് മെഡുവേക്കനെ സൈൻ ചെയ്തപ്പോൾ ഇത് ഒരിക്കലും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് മെഡുവേക്ക ഹാസ് ബീൻ ബ്രില്യൻറ്റ്. ലിവർപൂളിൻ്റെ ഗെയിമായാലും ശരി, അത്ലറ്റിക് സിറ്റി നോട്ടിംഗ്ഹാം ഗെയിമായാലും ശരി, അത്ലറ്റിക് ഗെയിമിലായാലും ശരി, ഈവൻ മാൻ സിറ്റിയുടെ ഗെയിമിലും എല്ലാ ഗെയിമിലും ഹി വാസ് റിയലി ബ്രില്യൻറ്റ്. യെസ്, ആ ഫൈനൽ ഒരു പാസിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ നമുക്ക് വേണമെങ്കിൽ നിറ്റ് പിക്ക് ചെയ്തിട്ട് പറയാം, ഓക്കെ അത് കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു ഒക്കെ പറയാം. ബട്ട് വി ആർ ഗോയിങ് ടു മിസ് ഹിം ടുമോറോ. നാളത്തെ കളിയിൽ എന്തായാലും നമ്മൾ മെഡുവേക്കനെ മിസ് ചെയ്യും. നാളെ എന്തായാലും കളിക്കത്തില്ല. ഓക്കെ, പിന്നത്തെ ചോദ്യം ചോദിച്ചത് എസേനെ പറ്റിയായിരുന്നു. എസേനെ സെൻട്രൽ റോളിൽ ഘടിപ്പിക്കാനാണോ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പം അതിന് പറഞ്ഞു യെസ്, അതുകൊണ്ടാണ് ഞാൻ അന്ന് സെൻട്രൽ റോളിൽ എന്ന് വെച്ചാൽ ഇന്നലത്തെ കളിയിൽ സെൻട്രൽ റോളിൽ ഇറക്കി കളിപ്പിച്ചത്. കുറച്ചുകൂടെ റൈറ്റ് ലീൻ ചെയ്താണ് കളിച്ചതെങ്കിലും കുറെ കൂടെ കൂടുതൽ നമുക്ക് സെൻട്രൽ റോളിൽ കാണാൻ പറ്റും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഡോണറുമയെ പറ്റി ചോദിച്ചു. നല്ല വാക്കുകൾ മാത്രം. ലൈക്ക് ഹീസ് എ ഗ്രേറ്റ് ഗോൾ കീപ്പറും അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഗോയിങ് ടു ദ നെക്സ്റ്റ്, ഗ്യോക്കറൈസിനെ പറ്റി ചോദിച്ചു. ഗ്യോക്കറൈസിന് സർവീസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം യെസ്, ആ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നപ്പം
ഒരു പ്രാവശ്യം കൂടെ മിഡ് 3 പറ്റി ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞ ഉത്തരം, ഞാൻ ഇറക്കിയ മിഡ് 3 എന്ന് പറയുന്നത് ബെസ്റ്റ് മിഡ് 3 ആണ് ഇറക്കിയത്. ഈ മിഡ് 3 ഇറക്കിയിട്ട് അത്ലറ്റിക് ക്ലബ്ബുമായിട്ടുള്ള ഗെയിമിൽ ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല, ഒരു കുഴപ്പമില്ലായിരുന്നെന്ന്. എന്ത് കുഴപ്പമില്ലായിരുന്നെന്ന്? മാർട്ടിനെലിയും ട്രോസാർഡും വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഗെയിം രക്ഷപ്പെട്ടത്. ഈ പുള്ളിയൊന്നും അല്ലയോ ഈ കോച്ച് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി അവിടെ ഒന്നും ഇല്ലയോ? ഈ പുള്ളിക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പുള്ളി ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. ഈ 3 കളിയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ തൊട്ട് തുടങ്ങിയതാണ്. ലിവർപൂൾ, അത്ലറ്റിക്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. ലിവർപൂൾ, അത്ലറ്റിക് ക്ലബ്ബ്, ഇന്നലത്തെ കളി. ഈ 3 കളിയിലും ഈ സെയിം ഫോർമേഷനാണ്. ഇതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. ഈ മിഡ് വെച്ചിട്ട് ഓപ്പൺ പ്ലേയിൽ സ്കോർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് ഇതുവരെ തലയ്ക്കകത്ത് കയറിയിട്ടില്ല. ഐ ഡോണ്ട് നോ ഗൈസ്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്, അതായത് പുള്ളിക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ. കുറച്ച് എന്താണ്, ഇത്രയും പ്ലെയേഴ്സ് ഉണ്ട്. എസെ, ഈതൻ വന്യറി, ഒരാളെ ചേഞ്ച് ചെയ്താൽ മതി. യു വിൽ സീ എ ബിഗ് ചേഞ്ച് ഇൻ ദ എൻറ്റയർ സ്ക്വാഡ്. നമ്മൾ ഇന്നത്തെ കളിയിൽ നമ്മൾ കണ്ടതാണത്. എസെ വന്നപ്പോൾ തന്നെ ആ പ്രൊഫൈലേ മാറി. സുബമെൻഡി കളിക്കുന്ന സ്റ്റൈല് തന്നെ മാറി. എനിവേ, കമ്മിങ് ടു പോർട്ട് വെയിൽ വേഴ്സസ് ആർസണൽ ഗെയിം. എവയാണ്. പോർട്ട് വെയിൽ ലീഗ് 2 കളിക്കുന്ന ടീമാണ്. ലീഗ് 1 തോന്നുന്നു. ലീഗ് 1 കളിക്കുന്ന ടീമാണ്. 19ാം സ്ഥാനത്താണ് ഉള്ളത്. അവർ കഴിഞ്ഞ മൊത്തം 8 കളി അവർ കളിച്ചു. കഴിഞ്ഞ 5 കളിയിൽ 2 കളിയാണ്, എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് 2 ഗെയിം അവർ ജയിച്ചു. അതിന് മുമ്പുള്ള 3 കളി തോറ്റു. ഇങ്ങനെയാണ് അവരുടെ ഫോം ഉള്ളത്. നാളെ എന്തായാലും ആർസണൽ കുറേ ചേഞ്ചസ് നടത്തും. എല്ലാവരും ഹെൻകപ്പിയോടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഹെൻകപ്പിനെ മിക്കവാറും നമുക്ക് നാളെ സ്റ്റാർട്ടിംഗ് 11 തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മൊസ്കാരനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. MLS-നെ കാണാൻ പറ്റും. ബെൻ വൈറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ബെൻ വൈറ്റിനെ നമുക്ക് സ്റ്റാർട്ടിംഗ് 11 കാണാൻ പറ്റണം. മിഡ്ഫീൽഡിൽ എന്തായാലും വെന്യറി കാണാം, മാക്സ് ഡോമിനെ കാണാൻ പറ്റും. അങ്ങനെ ഒരു അടിമുടി ചേഞ്ച് ചെയ്തുള്ള ഒരു ടീമായിരിക്കും നമുക്ക് നാളെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇറക്കട്ടെ എന്ന് തന്നെയാണ്. സ്ട്രോങ് 11-നെ ഇറക്കരുത്, ഇതാണ് എൻ്റെ പ്രാർത്ഥന, റിയലി. കാരണം പുള്ളിയുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് ഈ ആക്ച്വൽ ഒരു മാച്ച്, ഈ ബെഞ്ചിലിരിക്കുന്നവർക്ക് ആക്ച്വൽ ഒരു മാച്ച് സ്റ്റാർട്ടിങ് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവർ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് ഒന്ന് കാണട്ടെ. അർട്ടറ്റ ഇങ്ങനെ ഒരു ലൈനപ്പ് ഇട്ടിട്ട് ഒന്ന് കാണട്ടെ. അങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റട്ടെ, ആ മെൻറ്റാലിറ്റി. ഇതാണ് എനിക്ക് പറയാനുള്ളത്, സീരിയസ്ലി. സോ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവും. ഞാൻ ഇച്ചിരി ഇമോഷണലാണ് എന്നെനിക്കറിയാം. സോ പക്ഷേ ഇങ്ങനൊരു ഓവറോൾ ഒരു ചേഞ്ച് എന്തായാലും ടീമിൽ വരുത്തും. ഒരു സ്ട്രോങ് 11 എന്തായാലും ഇറക്കത്തില്ല. ഇങ്ങനത്തെ ഒരു ടീമായിരിക്കും ഇറക്കുന്നത്. ഗ്യോക്കറൈസ് കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഗ്യോക്കറൈസിന് കുറച്ചുകൂടെ ഗെയിം ടൈം വേണം. ഗ്യോക്കറൈസിന് ആ ഒരു ഗോൾ സ്കോറിങ് റിതത്തിലേക്ക് വരണം. സോ ഗ്യോക്കറൈസ്, ഐ എം എക്സ്പെക്ടിങ് ഗ്യോക്കറൈസ് ടു സ്റ്റാർട്ട് ദിസ് ഗെയിം ഓൾസോ. യെസ്, ഇങ്ങനെയാണ് പോർട്ട് വെയിൽ വേഴ്സസ് ആർസണൽ മാച്ച് നമ്മൾ ഹെഡ് ചെയ്യാൻ പോകുന്നത്. നോനി ഇല്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ ലൈവ് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. 90% ചാൻസ് ഉണ്ട് ലൈവ് പോവാൻ. ലൈവ് പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ്റെ കൂട്ട് തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സെഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.